ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു യാത്രയുടെ കഥയാണ്. അതായത് ഞാൻ കേരളത്തിൽ നിന്ന്, അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് നാഗർകോവിൽ വഴി, അതായത് നാഗർകോവിലായിരുന്നു എൻ്റെ ട്രെയിൻ. അവിടെ നിന്ന് നേരെ വാരണാസി വഴി അയോധ്യയിൽ നിന്ന് ആഗ്രയിൽ നിന്ന് വൃന്ദാവൻ, മധുര എന്നീ സ്ഥലങ്ങൾ വഴി ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വന്ന ഒരു കഥയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി എല്ലാ വീഡിയോയും ഉണ്ട്. അപ്പം മാക്സിമം കാണുക. കാരണം നമ്മൾ പോവേണ്ട സ്ഥലങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത്രയ്ക്ക് അതിമനോഹരമാണ് ഇന്ത്യയെങ്കിലും കണ്ടിരിക്കണം. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് കൾച്ചർ കണ്ടു, ഒരുപാട് വിഭവങ്ങൾ കഴിക്കാൻ പറ്റി. ഇന്ത്യ എന്നത് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. എത്ര മനോഹരമായ സ്ഥലം ലോകത്തുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എത്രമാത്രം നിങ്ങളിലേക്ക് എനിക്ക് ഈ ഇന്ത്യയുടെ ബ്യൂട്ടി, അല്ലെങ്കിൽ ഞാൻ പോയ സ്ഥലങ്ങളിലെ ബ്യൂട്ടി എനിക്ക് എത്തിക്കാൻ കഴിയും എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും കാണാതിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇനി കാണാൻ പോകുന്നവർക്ക് ഇതൊരു ഗൈഡ് ആയിരിക്കും. ഞാൻ സോളോ ആയിട്ട് നടത്തിയ ഈ ട്രാവലിംഗ്. നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എൻ്റെ ഈ യാത്ര തുടങ്ങുന്നത്. എനിക്ക് നാഗർകോവിലിൽ നിന്നാണ് ട്രെയിൻ. കാശി തമിഴ് എക്സ്പ്രസ്, അങ്ങനെയാണ് ആ എക്സ്പ്രസിൻ്റെ ട്രെയിനിൻ്റെ പേര്. ബസ് കൃത്യസമയത്ത് തന്നെ എടുത്തു. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു മാർത്താണ്ഡത്തും എല്ലായിടത്തും. അങ്ങനെ ഞാൻ പെട്ടു. ഞാൻ വിചാരിച്ചു ട്രെയിൻ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു. അവസാനം ഗതികെട്ട് ഞാൻ എങ്ങനെയോ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ എൻ്റെ ഭാഗ്യവും നിർഭാഗ്യവും എന്നറിയത്തില്ല, ആ ട്രെയിനും ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രെയിനിൽ കയറാൻ പറ്റി, ട്രെയിൻ കിട്ടി. വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. അവസാന നിമിഷമാണ് എനിക്ക് ട്രെയിന് ടിക്കറ്റ് കൺഫേം ആയത്. അതും RIC. അത് ഇത്രയും ദൂരം RICയിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ജൈജാൻറ്റിക് ടാസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് ഭാഗ്യത്തിന് എൻ്റെ ഓപ്പോസിറ്റ് എത്തുന്ന ഒരു മനുഷ്യൻ, പുള്ളിയുടെ ഫോട്ടോ കാണിച്ചു തരാം. പുള്ളിയുടെ ഒരു സഹായത്തോടു കൂടി എനിക്കൊരു ബെഡ് കിട്ടി. അതുകൊണ്ട് യാത്രയിൽ അങ്ങോട്ട് പോകാൻ നേരത്ത് വലിയ കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ട്രെയിനിലിരുന്ന് ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ട് പുള്ളിക്കാരൻ നല്ല പ്രായമായി. ഞാൻ പുള്ളിക്കാരൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. പുള്ളിക്കാരൻ്റെ പേര് ഗുരുമൂർത്തി എന്നാണ്. തമിഴ്നാട്ടുകാരനാണ്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പുള്ളിക്കാരനും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇതേപോലെ കാശി രാമേശ്വരമൊക്കെ ചുറ്റിയടിക്കാൻ വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ ഒരു സ്റ്റേഷൻ താണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ ഒരു അവിവേകമായോ എന്നൊക്കെ ഇടയ്ക്ക് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു യാത്ര പോകുന്നത്. അവിടുത്തെ കൾച്ചർ ആകെ കുറച്ച് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. പക്ഷേ അവിടെ എങ്ങനെയായിരിക്കും, ഇത്രയും സ്ഥലങ്ങളിലും പോകണം, പക്ഷേ എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അഭിലാഷ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം പുള്ളിക്കാരന് വരാൻ പറ്റിയില്ല. അപ്പോൾ എവിടെ നോക്കിയാലും നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് റെയിൽവേയിലെ ഫുഡ്. അയ്യോ, ഹൊറിബിളായിരുന്നു കേട്ടോ. അതായിരിക്കും ഇത് ഇന്ത്യൻ റെയിൽവേയിൽ ആരെങ്കിലും കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ വൃത്തി എന്ന് പറയുന്ന സാധനം ഇല്ലയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അവസാനം വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ ഒരു ഓട്ടോക്കാരന്മാരിങ്ങനെ നമ്മളെ കാത്തു നിൽക്കും. ഭയങ്കര ചോദ്യം ചോദിക്കുന്നു. ആകെ ഒരു 4 കിലോമീറ്റർ എന്തോ ഉള്ളൂ. പക്ഷേ അവർ ഒരു 400 രൂപ 500 രൂപയൊക്കെ ചോദിക്കും. ഞാൻ ഒരു 200 രൂപയ്ക്കാണ് പോയത്, എനിക്ക് ഓട്ടോ കിട്ടിയത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു. ഈ വിശ്വനാഥ് ടെമ്പിളിൻ്റെ അവിടെയാണ് ഞാൻ ഓൺലൈൻ വഴി അഗോഡ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ. അങ്ങനെ ഹോട്ടലിൽ ഡോർമെട്രിയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പിട്ട് അങ്ങനെ നടക്കുകയുണ്ടായി. അതൊരു അനുഭവമായിരുന്നു. എൻ്റെ അമ്പോ, ചെറിയ ചെറിയ വഴികൾ. നമ്മൾ ഈ അലാവുദ്ദീനും അത്ഭുത വിളക്കും അതിലൊക്കെ കാണത്തില്ലേ, അങ്ങനത്തെ പഴയ തെരുവുകളിലൂടെ. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. രാത്രി എനിക്കൊന്ന് ഇതൊരു 2-2:30 ആയി കാണും. ഞാനും കുറേ പശുക്കളും
ഒക്കെയുള്ള ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊന്ന് ആ ടൈമിൽ 13 തണുപ്പ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുമാതിരി പ്രേത കോട്ടകളുടെ ഇടയ്ക്കൂടെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നു. എനിക്കിനി ഇവിടെ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് വിശ്വനാഥ ടെമ്പിള്, ഘട്ടുകൾ, പിന്നെ അങ്ങനെ ഒരുപാട് ഗംഗാരതി, ഇതൊക്കെ കാണണം. ഓൺലൈനിൽ ബുക്ക് ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ട് വിളിച്ച് ചോദിക്കാതിരിക്കരുത്. ഉറപ്പായിട്ട് ഫോൺ ചെയ്ത് അവരെ കൺഫേം ചെയ്യണം നമ്മൾ വരുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ റൂം കിട്ടുന്ന കാര്യം പാടായിരിക്കും. ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള കുറേ കട്ടകളൊക്കെ ചുമന്നുകൊണ്ട്, വേസ്റ്റുകൾ ചുമന്നുകൊണ്ട് ഇങ്ങനെ ഒരു പയ്യൻ 2 കഴുതകളെയും മേച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവ എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങോട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ഗൂഗിൾ മാപ്പ് ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര നിശബ്ദത. തെരുവുകളെക്കുറിച്ച് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ നടന്ന രാത്രി നല്ല തണുപ്പായിരുന്നു. ഞാനങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അസമയമാണെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ വന്നാലും ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും റൂമുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആ ഒരു വിഷയമേ ഇല്ല. പല വിലയ്ക്കും റൂമുകൾ അവൈലബിൾ ആണ്. ഞാൻ ഡോർമെട്രിയാണ് എടുത്തത്. എനിക്കായത് ഒരു ദിവസത്തേക്ക് 400 സംതിങ് ആണ്. ഞാൻ 2 ദിവസം വാരണാസിയിലുണ്ടായിരുന്നു. ബനാറസ് റെസ്റ്റ് ഹൗസ്, അതാണ് ഞാൻ താമസിച്ച ആ ഒരു ഹോട്ടലിൻ്റെ പേര്. ഞാൻ നോക്കിയപ്പോൾ അവൻ പൂണ്ട ഉറക്കം. എത്ര വിളിച്ചിട്ടും ഉറക്കം എണീക്കുന്നില്ല. ലാസ്റ്റ് അവസാനം അവനെ എങ്ങനെയെങ്കിലും ഞാൻ ഇടിച്ച് അത് ഡോർ പൊട്ടുന്ന അവസ്ഥയിലായപ്പോൾ ലാസ്റ്റ് എണീറ്റ് വന്ന് എല്ലാം നോക്കി. അങ്ങനെ എനിക്ക് റൂം കിട്ടി. ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് റൂം കിട്ടിയത്. പിറ്റേ ദിവസം ഞാൻ വാരണാസിയുടെ കാഴ്ചകളിലേക്ക് ഉറക്കം എണീറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി. ഞാൻ കുളിച്ച് ഒരു ചെറിയ കുളിച്ചു. എന്നിട്ട് നേരെ ഗംഗയിലോട്ട് ഉള്ള യാത്രയാണ്. ഞാൻ ഇന്നലെ രാത്രി കണ്ട ആ തെരുവുകൾ. അപ്പോൾ ഒത്തിരി പേര് ക്ഷേത്രത്തിലേക്കും ഗംഗയിൽ കുളിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ക്ഷേത്രങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാഴ്ച തന്നെയാണ്. ചുവരത്രയും നല്ല മനോഹരമായ ചിത്രങ്ങളാൽ മിക്കയിടത്തും, അത് എവിടെ പോയാലും ഈ ഭക്തിമയമാണ് ഈ സ്ഥലങ്ങളെല്ലാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് വാരണാസി. ഈ സഞ്ചാരത്തിൽ ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇത്രയും മനോഹരമായ വേറൊരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇതേപോലെ ചവറും അഴുക്കെല്ലാം എല്ലായിടത്തും കാണും പോലെ ഉണ്ട്. പക്ഷെ ഭയങ്കര ബ്യൂട്ടി കേട്ടോ. വേറൊരു ഫീലാണ്, വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കും. ഈ വാരണാസി എന്ന് പറയുന്നതും ബനാറസ് എന്ന് പറയുന്നതും കാശി എന്ന് പറയുന്നതും എല്ലാം സെയിം തന്നെയാണ്. അങ്ങനെ ഒരുപാട് കച്ചവടക്കാരും. എൻ്റെ ക്യാമറ വർക്ക് അത്രയ്ക്ക് പോരാ, പക്ഷേ ഞാൻ ശരിയാകും ഗൈസ്, ഞാൻ നന്നാവും. എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. കുഴപ്പമില്ല, ഞാൻ നന്നാവും. അടുത്ത ട്രിപ്പ് എവിടെയെങ്കിലും പോകാൻ ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ നന്നാവും. ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ഗംഗയിലോട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദശാശ്വമേധ് ഘാട്ട് എന്ന് പറയുന്ന ആ സ്ഥലത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. അത് കറക്റ്റ് വിശ്വനാഥ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഘാട്ടാണ്. 7 ഘാട്ടുകൾ ആയിക്കൂടി വാരണാസിയിലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘാട്ടാണ് ദശാശ്വമേധ് ഘാട്ട് എന്ന് പറയും. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘാട്ട്. ഗംഗാരതി ഒരു 2-3 ഘാട്ടിൽ നടക്കുന്നുണ്ട്. ഈ ഘാട്ടെന്ന് പറയുമ്പോൾ വേറെ ഒന്നും പേടിക്കണ്ട. ഈ ഗംഗാനദിയുടെ തീരം, അല്ലെങ്കിൽ കുളിക്കടവ് എന്നൊക്കെ പറയാം, സ്റ്റെപ്പുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഘാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വഴിയിലൊക്കെ ഭയങ്കര നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നമുക്ക് കാണാത്ത ഒരുപാട് സംഗതികൾ. തിരക്കായി വരുന്നുണ്ട് വാരണാസി. അപ്പോഴേക്കും വിദേശികൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് വിദേശികൾ. പക്ഷേ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയ ഒരു സംഭവം എന്ന് പറയുമ്പോൾ,
ഭയങ്കര ഈ ഭിക്ഷാടകരുടെ ഒരു പ്രോബ്ലം ഉണ്ട്. അവർ ചിലപ്പം ചിലടത്ത് ഫോറിനേഴ്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കര പിടിച്ചു പറിക്കുന്ന രീതിയിലാണ്. നമ്മളെ അടുത്തൊക്കെ ഒരു നോർമലായിട്ടുള്ള രീതിയാണ്. ഭിക്ഷാടകർ ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഇനിയാണ് കച്ചവടങ്ങളൊക്കെ കൂടി വരും. രാവിലെ കഴിഞ്ഞ് ഒരു 10 മണിയാവുന്നതോടുകൂടി അവിടെ കച്ചവടങ്ങൾ കൊണ്ട് നിറയും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് പേര് വന്ന് ചെരുപ്പ് കൊണ്ടുപോയിക്കൂടാ, മൊബൈൽ കൊണ്ടുപോയിക്കൂടാ. അതൊക്കെ സത്യം തന്നെയാണ്. മൊബൈൽ കൊണ്ടുപോയിക്കൂടാ എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെ അടുത്ത് പറയും, അവർ പറയും ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ നമ്മുടെ ഷോപ്പിൽ ഇടാം, ചെരുപ്പ് വയ്ക്കാം, പിന്നെ മൊബൈൽ വയ്ക്കാം എന്നൊക്കെ പറയും. നമ്മൾ കൊണ്ടുപോകും ഫ്രീ ആയിട്ടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ പോയിട്ട് ഒരു പൂജാ സാധനം വാങ്ങിക്കാൻ പറയും. അതിൻ്റെ വില 300-400 രൂപയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ ഞാൻ ഗംഗയുടെ തീരത്തേക്ക് എത്തി. അതുപോലെ ഞാൻ അറിയാതെയാണ് പോയത്. ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും ലോക്കറും കാര്യങ്ങളൊക്കെ കാണുമെന്ന്. ഗംഗയുടെ തീരം എന്ന് പറയുമ്പോൾ അതിമനോഹരമാണ്. അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഞാൻ അവിടെയും ഇതേപോലെ ഒരാൾക്ക് 50 രൂപ കൊടുത്ത് എൻ്റെ പേഴ്സും മൊബൈലൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞാൻ നേരെ പോയി തൊഴുതിറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് കുറേ ഘാട്ടുകൾ കാണണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ഈ ഓട്ടോ ഉത്തർപ്രദേശിലൊരു താരമാണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചോളണം. ഞാൻ അതിൻ്റെ കഥ ഞാൻ വഴിയെ പറയാം, കാരണം അത്രയ്ക്ക് പറയാനുണ്ട് അതിനെക്കുറിച്ച്. ഞാനിപ്പോൾ പോകുന്നത് അസി ഘാട്ട് എന്ന് പറയുന്ന ഒരു ഘാട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് കാണാനുണ്ട്. ഞാൻ നേരത്തെ ഗംഗയിൽ കുളിച്ചിട്ട് വിശ്വനാഥ ടെമ്പിളിൽ പോയി. അവിടെ നിന്നാണ് അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊരു 3 കിലോമീറ്റർ അവിടെ നിന്ന് ദശാശ്വമേധ് ഘാട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ് അസി ഘാട്ട്. ഇത് നമുക്ക് ഇവിടെയും ദശാശ്വമേധ് ഘാട്ടിലും പിന്നെ വേറൊരു ഘാട്ടിലും ഇവിടെ 3 ഡെയിലി ആരതി ഉള്ളത്. പിന്നെ എല്ലാ ഘാട്ടിലും ആരതി ഉണ്ട്, എന്നാലും പ്രധാനമായി ആരതി ഉള്ളത് ഇവിടെയാണ്. ഞാനിങ്ങനെ അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറിയുള്ള പ്രത്യേകത, ബോട്ടിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ 100 രൂപയാണ്. ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് വാരണാസിയിലായിക്കൂടി 84 ഘാട്ടുകളുണ്ട് ടോട്ടലായിട്ട്, ചെറുതും വലുതുമായിട്ടുള്ള. അതിൽ മെയിനായിട്ടുള്ളത് 9 ഘാട്ടുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘാട്ടിലൊന്നാണ് അസി ഘാട്ട്. അവിടെ നിന്ന് നമുക്ക് ബോട്ടിൽ സഞ്ചരിച്ച് ഈ 9 ഘാട്ടുകളും നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമാണ് ട്രിപ്പെന്ന് വെച്ചാൽ, അതിമനോഹരം. ഗംഗയിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ പഴയ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഗംഗ അത്രയ്ക്ക് അശുദ്ധമൊന്നുമല്ല. ഗംഗ ക്ലീനാണ്. നമുക്ക് ഒരു മാലിന്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മനോഹരമാണ്. ഈ ബോട്ടിലിരുന്നിട്ട് നമുക്ക് ഘാട്ടിൻ്റെ ആ ഒരു പ്രദേശങ്ങളിലേക്ക് നോക്കുമ്പോൾ മനോഹരമായാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. അത്രയ്ക്ക് മനോഹരമായാണ് അവർ ചെയ്തു വച്ചേക്കുന്നത്. ഇതിലൂടെയുള്ള യാത്ര എനിക്ക് മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയാണ്. 9 ഘാട്ടിൻ്റെ മനോഹരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.